അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അടിത്തറകൾ എന്നുള്ളത്. അതിനാൽ അതിൻ്റേതായ ഗൗരവത്തിൽ നിങ്ങളത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കണം. കേൾക്കുന്നതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ, അതല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുവാനും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത് എഴുതി ചോദിക്കുവാനും തയ്യാറാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നന്മയുടെ വഴിയിൽ പരസ്പരം സഹകരിച്ച് പുണ്യത്തിൽ സഹകരിച്ച് കൈകോർത്ത് മുന്നേറുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതും കാണേണ്ടതുമായ അടിസ്ഥാനപരമായൊരു കാര്യമായിട്ടാണ് ഇസ്ലാം വിശ്വാസകാര്യങ്ങളെ വിശിഷ്യ തൗഹീദിനെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. ശിർക്ക് കടന്നു വരുന്ന വഴികൾ നമ്മൾ ജാഗ്രതയോടുകൂടി കാണുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി സ്വഹാബത്തിനെ ആ കാര്യം ഉണർത്തി. ശിർക്ക് കടന്നു വരുന്ന സകലമാന വഴികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ഉണർത്തുകയും ആ വാതിലുകളെല്ലാം കൊട്ടിയടക്കുകയും ചെയ്തതായി നിരവധി ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹബഹുമാനത്തോടുകൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് മാഷാ അല്ലാഹു വശിഇത്ത, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ സ്വഹാബിയോടടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് ഗൗരവത്തോടുകൂടി തിരുത്തി കൊടുക്കുന്നുണ്ട്. അജഅൽതനി ലില്ലാഹി നിദ്ദ, എന്നെ നീ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? അങ്ങനെ നിങ്ങൾ പറയരുത്. മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുക. അങ്ങനെ പറയണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ ചേർത്ത് പറയരുത്. അപ്പോൾ അത്രക്ക് സൂക്ഷ്മതയോടുകൂടി ശിർക്കിൻ്റെ എല്ലാ വഴികളെയും തിരുത്തുകയും ഉണർത്തുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി പോകുന്ന യാത്രക്കിടയിൽ ഒരു മരം, ദാത്തു അൻവാത്ത് എന്ന പേരിൽ ഖുറൈശികൾക്കിടയിൽ, മക്കാ മുശ്രിക്കുകൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അത് കാണുകയാണ് സമീപകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുമുസ്ലിങ്ങൾ എന്ന് പറയാവുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ. എന്താണ് ദാത്തു അൻവാത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മക്കയിലെ മുശ്രിക്കുകൾ അവർ യുദ്ധത്തിനോ മറ്റോ പോവുകയാണെങ്കിൽ അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടും. എന്നിട്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി യുദ്ധം ചെയ്താൽ ആ ദാത്തു അൻവാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് യുദ്ധത്തിൽ വിജയിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം, ധാരണ. അപ്പോൾ അതങ്ങനെ പ്രചരിച്ച് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടപ്പോൾ അത്തരം വിശ്വാസ സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പുതുമുസ്ലിങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. പ്രവാചകരെ, അവർക്ക് ദാത്തു അൻവാത്ത് എന്നുള്ള മരമുള്ളതുപോലെ നമുക്കും ഒരു ദാത്തു അൻവാത്ത് നിങ്ങൾ നിശ്ചയിച്ച് തരണം. ഒരു ഇസ്ലാമിക് ദാത്തു അൻവാത്ത്, അവർക്ക് ശിർക്കിൻ്റെ മുശ്രിക്കുകളുടെ ദാത്തു അൻവാത്താണുള്ളതെങ്കിൽ ബറക്കത്തെടുക്കാൻ പറ്റിയ ഒരു സംഗതി
ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടുത്തു. വളരെ ദേഷ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു തിരുത്തി. സുബ്ഹാനല്ലാഹ്, എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ജനത ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യമാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കൊക്കെ വിളിച്ചു തേടാൻ ആരാധ്യ വസ്തുക്കളായി പലതുമുള്ളതുപോലെ, ഇലാഹുകളുള്ളതുപോലെ മൂസ ഞങ്ങൾക്കും നീ ഒരു ഇലാഹിനെ നിശ്ചയിച്ചതാ എന്ന് പറഞ്ഞതുപോലെ ഷിർക്കിൻ്റെ അതിശക്തമായ ഒരു വാതിലാണ് നിങ്ങൾ തുറക്കുന്നത് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തി. അപ്പോൾ ഇലാഹാകണം എന്ന വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടെ, റബ്ബാണെന്നുള്ള വിശ്വാസത്തോടെ ഒന്നുമല്ല, ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ ഷിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷിർക്ക് കടന്നു വരുന്ന വഴികൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം, സൂക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളും സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഷിർക്കിൻ്റെ എല്ലാ വഴികളും പഴുതടച്ച് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ആ മാരകമായ വിഷം കടന്നു വരും. അതിലൂടെ നമ്മുടെ വിശ്വാസം, ആദർശം എല്ലാം തകർന്ന് തരിപ്പണമാകും, നശിച്ചു പോകും. അതുകൊണ്ട് ഏതൊരു മുഅ്മിനും, ഏതൊരു മുഅ്മിനത്തും, ഏതൊരു വിശ്വാസിയും വിശ്വാസിനിയും തൻ്റെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ്, ഷിർക്കിനെതിരെ പടവെട്ടാൻ വേണ്ടിയാണ് ഇസ്ലാമിക ലോകത്തെ യുദ്ധങ്ങളുണ്ടായിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും പ്രവാചകന്മാരും പ്രബോധകന്മാരുമൊക്കെ അവരുടെ ആയുസ്സും ജീവനുമൊക്കെ ബലികഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഷിർക്ക് വരുന്ന പ്രധാനപ്പെട്ട വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും പ്രബോധകരും ഉണർത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖബറുകൾ കെട്ടി ഉയർത്തുക എന്നത്. മഹാന്മാരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഖബറുകൾ അവരുടെ മരണശേഷം സാധാരണ മറ്റുള്ളവരുടെ ഖബറുകളിൽ നിന്ന് വ്യത്യസ്തമായി അത് അലങ്കരിച്ച്, അല്ലെങ്കിൽ കുമ്മായമിട്ട് സിമൻ്റിട്ട് തറകളാക്കി അത് പിന്നെ കെട്ടി ഉയർത്തി, അതിന് ഒരു പ്രത്യേകമായ കെട്ടിടങ്ങളുമൊക്കെ ഉയർത്തി അവിടെ ആദരവ്, ബഹുമാനം എന്ന പേരിൽ ഒരുമിച്ച് കൂടുകയും പലവിധ ആചാരങ്ങളും സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ജാഹിലിയ്യത്തിലുണ്ടായിരുന്നതാണ്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന സംഗതിയാണ്. അത് ഇന്നും പല രൂപത്തിൽ, പല കോലത്തിൽ, പല നാടുകളിലും നടക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അറിയപ്പെടുന്ന പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഖബറൊരുക്കുന്ന രംഗം നമ്മൾ കണ്ടു. വീഡിയോകളായി, അതേപോലെ തന്നെ ഫോട്ടോസുകളായി, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അത് വാർത്തയായ, വൈറലായ സംഗതിയാണ്. അപ്പോൾ അതിലൂടെ ചില വരുമാന മാർഗങ്ങളാണ് ചില ആളുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസവും ദീനുമാണ് അവർ കൊള്ളയടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ സംഗതിയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റുള്ളവരെ വിളിച്ച് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്രമാത്രം അപകടകരമായ വഴിതെറ്റിയ പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് ഖുർആൻ അവിടെ ഉണർത്തുന്നുണ്ട്. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താണ്? ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് സഹായികളാകും, ശുപാർശകരാകുമെന്നാണ്. അതല്ലാതെ അവർ ഈ ഖബറിൽ കിടക്കുന്ന മഹാന്മാരൊക്കെ ഇലാഹുകളാണ് എന്നോ റബ്ബുകളാണ് എന്നോ പടച്ചവനെ പോലെ ഉള്ള പടച്ചവന്മാരാണ് എന്നോ ഉള്ള വിശ്വാസത്തോടെ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ, സൂറത്ത് യൂനുസിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഫഖ്റുദ്ദീൻ ഉർ-റാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയൊരു വാചകമുണ്ട്. വനളീറുഹു ഫി ഹാസ സമാൻ ഇഷ്തിഗാലു കസീറും മിനൽ ഖൽഖ്, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ഈ പ്രവർത്തികൾക്ക് സമാനമാണ് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന ധാരാളക്കണക്കിന് ആളുകൾ വ്യാപൃതരായിട്ടുള്ളൊരു പണി. എന്താണ്?
മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുക, എന്നിട്ടവിടെ വിളക്ക് കത്തിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, അവിടെ ആ ഖബറുകളോടുള്ള മഹാന്മാരോടുള്ള ബഹുമാനം, ആദരവ് എന്നൊക്കെയുള്ള പേരിൽ എന്നിട്ട് അവരോട് സങ്കടങ്ങളും ആവലാതികളും പറയാം. അവർ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിച്ച് നമ്മുടെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറ്റിത്തരും എന്നുള്ള കാര്യം പണ്ട് അവർ ചെയ്തതിന് സമാനമാണ് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷിർക്കിൻ്റെ കവാടം അതിശക്തമായി കൊട്ടിയടക്കുന്ന, ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ അതിശക്തമായി വിലക്കുന്ന നിരവധി ഹദീസുകൾ മുത്തവാത്തിർ പോലെ അഥവാ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട ഹദീസുകളായി പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യം സഹാബികൾ പറയാൻ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖുബൂർ, ഖബറുകൾ കുമ്മായമിടുന്നതിന്, സിമൻ്റ് ഇടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. വ അൻ യഖുഉദു അലൈഹി, ആ ഖബറിന്മേൽ കയറിയിരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. വ അൻ യുബ്ന അലൈഹി, ആ ഖബറിൻ്റെ മേലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണുന്ന ഹദീസാണ്. ഇതൊക്കെ ലംഘിച്ചുകൊണ്ടല്ലേ ഇന്ന് പല ആളുകളും അത് ചെയ്യുന്നത്? ഖബറുകൾ കെട്ടി ഉയർത്തുന്നു, അതിന്മേൽ കയറിയിരിക്കുന്നു, ആ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഖുർആനോദി, യാസീനോദി, അതേപോലെ ദിക്ർ ദുആകളും മറ്റു കാര്യങ്ങളുമൊക്കെയായി അവിടെ പല ആചാരങ്ങളും ചടങ്ങുകളും സംഘടിപ്പിക്കുകയാണ്. അവിടെ നിലവിളക്കും അതേപോലെ തന്നെ ചന്ദനത്തിരിയും ഇങ്ങനെ പലതും പുകക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി, മുൻ സമുദായങ്ങളിൽ ഇത്തരം രീതികളിലൂടെയാണ് ഷിർക്കൻ വിശ്വാസങ്ങളും പ്രവർത്തികളും പ്രചരിച്ചത്, കടന്നു വന്നത് എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയകമായി ധാരാളക്കണക്കിന് ഹദീസുകൾ, മുത്തവാത്തിറിൻ്റെ പരിധിയിലേക്കെത്തുന്ന അനവധി ഹദീസുകൾ ആ വിഷയത്തിലുണ്ട് എന്നാണ്. അഥവാ അനിഷേധ്യമായി ധാരാളക്കണക്കിന് സ്വഹാബികളിൽ നിന്ന് ധാരാളക്കണക്കിന് താബിഈങ്ങൾ, അവരിൽ നിന്ന് ധാരാളക്കണക്കിന് താബിഈങ്ങൾ, ഇങ്ങനെ നിരവധി അനവധി പരമ്പരകളിലൂടെ, വഴികളിലൂടെ വന്ന ഹദീസുകൾക്കാണ് മുത്തവാത്തിറുകൾ എന്ന് പറയാം. അതേ രൂപത്തിലാണ് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ. ഖബറുകൾ കെട്ടി ഉയർത്തുന്നതും ആരാധനാലയങ്ങളാക്കലും ഒക്കെ വിലക്കുന്ന ഇത്തരത്തിൽ ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 5 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെയുള്ള സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്ന ഹദീസുകൾ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സക്കറാത്തിൻ്റെ വേളയിൽ, വഫാത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷത്തിലടക്കം ഉപദേശിച്ച കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികൾ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കട്ടെ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ. എന്താണ് കാരണം? ആ വിഭാഗത്തോടുള്ള അന്ധമായ വിരോധമോ വൈരാഗ്യമോ ഒന്നുമല്ല. അവർ ചെയ്ത ഒരു ദൂഷ്യത്തെ ഉണർത്തി സമൂഹത്തെ, ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. വേറെ ചില റിവായത്തുകളിൽ കാണാം ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ. അവർ ചെയ്തത്, അവരിലെ പ്രവാചകന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരുന്നു. അതേപോലെ തന്നെ സ്വാലിഹീഹിം, അവരിലെ സജ്ജനങ്ങളും, പ്രവാചകനായിക്കൊള്ളുന്നില്ല, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വലിയ മരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു പണ്ഡിതൻ, ഒരു നല്ല മനുഷ്യനായി ആളുകൾ കാണുന്ന വിലയിരുത്തുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറ് വലിയ ഒരു വരുമാന മാർഗമായി കാണാൻ. അവിടെയാണ് ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നത്, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നത്, ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്തു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും അവസാന സമയം വരെയും, ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സെക്കൻഡുകൾ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
താക്കീത് ചെയ്തൊരു കാര്യമാണത് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ആ ഒരു മതനിയമം മൻസൂഖായി പോയിട്ടില്ല. അത് പ്രബലമായ മുഹ്കമായ കാര്യം തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു നിയമത്തെ ഭേദഗതി വരുത്തി പുതിയൊരു നിയമം കൊണ്ടുവരാൻ അവതരിക്കാൻ യാതൊരു വഴിയും സാധ്യതയുമില്ല. അപ്പോൾ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്കത് പാഠമാണ്, മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ സമയത്ത് പോലും ഉണർത്തിയ കാര്യമാണ്. ഖബറുകൾ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല, അവിടെ ആരാധനകളും നേർച്ച വഴിപാടുകളും സമർപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അത് മുമ്പുണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികളുടെ രീതിയാണ്. അതിലൂടെയാണ് അവർ പിഴച്ചുപോയത്. എൻ്റെ ഉമ്മത്തെ നിങ്ങൾ ആ വഴിയിൽ പോകല്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത്. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ, പ്രവാചകൻ്റെ അനുയായിയാണ്, ആ പ്രവാചകനോട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആത്മാർത്ഥമായ സ്നേഹം എനിക്കുണ്ട്, ആ നബിയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണം, ആ നബിയുടെ ശഫാഅത്ത് എനിക്ക് കിട്ടണം, ആ നബിയുടെ കൂടെ സ്വർഗത്തിൽ എനിക്ക് ചേർന്നിരിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൊതിക്കുന്നുവെങ്കിൽ, ആ പ്രവാചകൻ്റെ അന്ത്യോപദേശമെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ. നമ്മൾ പറയും എനിക്ക് വാപ്പാനോട് വലിയ സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെയാണെന്ന്. ആ വാപ്പ പറഞ്ഞ പലതും ധിക്കരിച്ച അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ച മക്കളാണെങ്കിലും വാപ്പ അവസാനം റൂഹ് വേർപിരിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് കൈപിടിച്ച് പറഞ്ഞ വല്ല ഉപദേശവും ഉണ്ടെങ്കിൽ അത് പറയും, വാപ്പയുടെ ആ വാക്ക് എൻ്റെ തൊണ്ടയിൽ ജീവനുണ്ടെങ്കിൽ, റൂഹ് ഉണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ ഞാനത് നിറവേറ്റുമെന്നൊക്കെ പറയാറുണ്ട്. ആ വാപ്പയോടുള്ള സ്നേഹവും ബന്ധമാണ്. അതുപോലെ ഉമ്മയെ സംബന്ധിച്ചും മരണസമയത്ത് എൻ്റെ കൈപിടിച്ച് പറഞ്ഞ ഉമ്മയുടെ ഒരു വസീയത്താണ്, അത് ഞാൻ തെറ്റിക്കൂല എന്ന് പറയുന്ന മക്കളുണ്ട്. ഉമ്മയോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ എങ്കിൽ ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ച് നൽകിയ ഉപദേശം എന്ന് പറയാവുന്ന അന്ത്യോപദേശമാണ്, അവസാനത്തെ വസീയത്താണ്. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അതേപോലെ ഉമ്മത്തിനോട് പറഞ്ഞു, ലാ തജ്അലു ഖബരി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ വേളയാക്കരുത്, ആഘോഷ സ്ഥലമാക്കരുത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് പോലും അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ച രീതിയെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്ന മാതൃകയെങ്കിൽ, അതിനോളം വരുന്ന ബഹുമാനവും ആദരവും പരിഗണനയുമുള്ള ഏത് വ്യക്തിയും ഏത് ഖബറാണ് ഉള്ളത്? പക്ഷേ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എന്താ? അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ അടിസ്ഥാന ആശയങ്ങൾക്ക് പുഴുക്കുത്തു വീഴുന്ന, അതിലേക്ക് ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസ വൈകല്യങ്ങൾ കടന്നു വരുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു അല്ലാത്തവരോട് തേടാനും അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തുകളുടെ പലതും അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുവാനുമൊക്കെ ആളുകളെ കൊണ്ടുപോയി എത്തിക്കുന്ന രീതി, അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വഴി ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുക എന്നതാണ്. അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബിനാഇൽ മസാജിദി അലൽ ഖുബൂർ വലഅന മൻ ഫഅല ദാലിക്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇലാമുൽ മുവഖ്ഖിഈൻ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ സദ്ദുദ്ദറാഇ, തിന്മയിലേക്കുള്ള വഴികൾ ബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 99 കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുമ്പോൾ അൽ വജ്ഹു സാലിസ അഷർ, 13ാമത്തെ കാര്യമായി അദ്ദേഹം എണ്ണിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ കെട്ടി ഉയർത്തുന്നതിനെയും അതേപോലെ ആ ഖബറിൻ്റെ അടുക്കൽ ഖബറിന്മേൽ പള്ളികൾ ഉണ്ടാക്കുന്നതിനെയും വിലക്കി എന്ന് മാത്രമല്ല, വലഅന മൻ ഫഅല ദാലിക്, അത് ചെയ്യുന്ന ആളെ ശപിക്കുകയും ചെയ്തു എന്നാണ്. വനഹ അൻ തജ്സീസിൽ ഖുബൂർ വതശ്രീഫിഹ വത്തിഖാദിഹ മസാജിദ, ഖബറുകൾ ഉയർത്തുന്നതിനെയും കുമ്മായമിടുന്നതിനെയും ആ ഖബറുകൾ ആരാധനാലയമാക്കുന്നതിനെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. വ അനിസ് സ്വലാത്തി ഇലൈഹ വ ഇൻദഹ, ആ ഖബറുകളിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നതിനെയും ആ ഖബറിൻ്റെ അടുക്കൽ പോയി നിസ്കരിക്കുന്നതിനെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. വ അൻ ഈഖാദിൽ മസ്വാബിഹി അലൈഹ, ആ ഖബറിൻ്റെ അടുക്കൽ വിളക്ക് കത്തിക്കുന്നതിനെ,
വ അമറ ബി തസ്വിയത്തിഹ, ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും വനഹ അനിത്തിഹാദിഹ ഈദ, അത്തരം ഖബറുകൾ ഉത്സവ സ്ഥലങ്ങളാക്കി മാറ്റുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി എന്ന കാര്യവും വ അൻ ഷദ്ദിർ റിഹാലി ഇലൈഹ, അത്തരം ഖബറിടങ്ങളിലേക്ക് യാത്ര കെട്ടിപ്പോകുന്നതിനെ, തീർത്ഥയാത്രകളായി പോകുന്നതിനെയും വിലക്കിയ കാര്യം അദ്ദേഹം അവിടെ ഉണർത്താൻ. ലി അല്ലാ യകൂന ദാലിക ദരീഅതൻ ഇല ഇത്തിഖാദിഹ ഔസാനൻ വൽ ഇശ്റാഖി ബിഹ. അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാകാതിരിക്കാൻ, അത് മുഖേന അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥയില്ലാതിരിക്കാൻ ആ വലിയ തെറ്റിലേക്കുള്ള എല്ലാ വഴികളെയും ബന്ധിക്കുകയാണ്. വഹറമ ദാലിക അലാ മൻ ഖസദഹു വമൻ ലം യഖ്സുദുഹു, ആ ഖബറ് ഉദ്ദേശം വെച്ച് പോകുന്നതും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്കുള്ള എല്ലാ സംഗതികളെയും അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കുകയും ചെയ്ത കാര്യം അവിടെ പഠിപ്പിക്കുകയാണ്. ബൽ ഖസദ ഖിലാഫഹു സദ്ദൻ ലിദരിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിരുദ്ധമായിട്ടാണ് അങ്ങനെ ആ ഖബറിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനെയും ആ രീതിയിലുള്ള പ്രവർത്തികളുമായി ആരെങ്കിലും അതിലേക്ക് പോവുകയും ചെയ്യുകയുമൊക്കെ ചെയ്യുന്നതിനെ വിലക്കിക്കൊണ്ട് അതിന് എതിരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ചത്, ഉണർത്തിയത് എന്നുള്ള കാര്യമാണ് ഷേഖ് അൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ 3-ാം വാള്യം 151-ാമത്തെ പേജിൽ വിശദമായി ആ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. ശിർക്ക് വരുന്ന വഴികൾ നമ്മൾ ജാഗ്രതയോടുകൂടി കാണുകയും ആ കെണികളിൽ പെട്ടുപോകാതിരിക്കാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും സർവ്വ സഹോദരങ്ങളെയും അത്തരം ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ.